രക്തസാക്ഷി ഫണ്ട് വിവാദത്തിൽ മൗനം വെടിഞ്ഞ് പയ്യന്നൂർ എംഎൽഎ ടി.ഐ. മധുസൂദനൻ. രക്തസാക്ഷികളുടെ പണത്തിൽ നിന്ന് ഒരു നയാ പൈസ പോലും കമ്മ്യൂണിസ്റ്റുകാർ എടുക്കില്ലെന്ന് പറഞ്ഞ എംഎൽഎ വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളി. ഫണ്ട് ക്രമക്കേട് ആരോപണത്തിന് ശേഷം ഇതാദ്യമായാണ് ടി.ഐ. മധുസൂദനൻ പൊതുപരിപാടിയിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. സെമന്തകമണി ശ്രീകൃഷ്ണൻ കക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? കമ്മ്യൂണിസ്റ്റുകാർക്ക് രക്തസാക്ഷിയുടെ ഫണ്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യത്തിന് ഒരു നയാ പൈസ എടുക്കാൻ പറ്റുമോ? തൊടാൻ തോന്നുന്നു. നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെ എന്തും പറയാം. അപ്പൊ ആർക്ക് ഈ ഈ ഈ കരുത്ത് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങളാണ് ഉയർന്നു വരുന്നത്? ആരെ സഹായിക്കാനാണ്? രക്തസാക്ഷി ഫണ്ടിൽ ക്രമക്കേട് നടന്നില്ലെന്ന് സമർത്ഥിക്കാൻ പുരാണത്തിലെ സെമന്തകമണിയെയും ശ്രീകൃഷ്ണനെയുമാണ് എംഎൽഎ കൂട്ടുപിടിക്കുന്നത്. രക്തസാക്ഷി കുടുംബങ്ങളെ അപമാനിക്കാൻ കണക്കുകൾ പുറത്തുവിടാനാകുമോ എന്ന വിചിത്രമായ ചോദ്യവും മധുസൂദനൻ ഉന്നയിക്കുന്നു. ടി.ഐ. മധുസൂദനൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ വി കുഞ്ഞികൃഷ്ണന്റെ നാടായ വെള്ളൂരിലെത്തിയപ്പോഴായിരുന്നു പ്രതികരണം. നേരത്തെ പാർട്ടി നേതൃത്വം മറുപടി പറയുമെന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു എംഎൽഎ. രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് ടി.ഐ. മധുസൂദനനും മുൻ ഏരിയ സെക്രട്ടറി കെ.പി. മധുവും പണം അപഹരിച്ചെന്നായിരുന്നു കുഞ്ഞികൃഷ്ണന്റെ പ്രധാന ആരോപണം. അതേസമയം കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് പ്രകടനത്തിൽ പങ്കെടുത്തയാളുടെ ബൈക്ക് കത്തിച്ച സംഭവത്തിൽ പുതിയ ബൈക്ക് വാങ്ങി നൽകാനായി 10 രൂപ ചലഞ്ചുമായി സ്വതന്ത്ര കൂട്ടായ്മയായ ജാഗ്രത പയ്യന്നൂർ രംഗത്തെത്തി. ആൾക്കൂട്ട ആക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നീക്കമാണിതെന്ന് സംഘാടകർ അവകാശപ്പെട്ടു. 10 രൂപ ചലഞ്ച് നാളെ ആരംഭിക്കുമെന്നും പയ്യന്നൂരിലെ പൊതുവേദിയിൽ വെച്ച് ബൈക്ക് കൈമാറുമെന്നും സംഘാടകർ അറിയിച്ചു. വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്ന കൂട്ടായ്മയാണ് ജാഗ്രത പയ്യന്നൂർ. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.